രാവിലെ തന്നെ അമ്മച്ചി വന്ന് എന്നെ മേലൊക്കെ ചൊറിഞ്ഞ് തന്ന് നന്നായിട്ടൊരു സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മച്ചെന്നെ നിർബന്ധിക്കുക നമുക്ക് പുറത്ത് പോകാം, കുറച്ച് വിറകെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടി കാട്ടിലൊക്കെ പോയി വിറകെടുത്തുകൊണ്ട് വന്നു. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മച്ചി തുണി അലക്കാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു നീ വരുന്നോന്ന് ചോദിച്ചു. ഞാനങ്ങനെ പുറത്തിറങ്ങി നിന്നു. അമ്മച്ചി സന്തോഷമായി. അമ്മച്ചി തുണി അലക്കുന്നതൊക്കെ കണ്ട് ഞാനങ്ങനെ പഠിച്ചു നിന്നു. അപ്പോൾ നേരത്തെ എടുത്തു വെച്ച കുറച്ച് വിറകുണ്ടായിരുന്നു, അതെടുക്കാൻ ഒന്നുകൂടെ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര തണുപ്പ്. അപ്പോൾ അമ്മച്ചി പറയുന്നത് പിന്നെ കുറച്ച് നമുക്ക് തീയിടാമെന്ന് പറഞ്ഞു. അങ്ങനെ തീയിട്ടു. വൈകുന്നേരം ചെറുതായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചു, ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരത്തെ പിന്നെ തണുത്ത കാറ്റ് മാറിയിട്ടില്ല കേട്ടോ, ഭയങ്കര ഒരു തണുപ്പായിരുന്നു. പിന്നെ നമ്മുടെ കിങ്ങിണി പശുവിനെ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, അവളോട് കുറച്ച് കാര്യമൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാനും അവളുടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു വെളുമ്പി, അവളുമായിട്ട് ഇങ്ങനെ കുറച്ച് ലഭിച്ചൊക്കെ ഇരുന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു ചിക്കൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ കഴിക്കാനായിട്ട് ചെന്നു, ചിക്കനൊക്കെ കഴിച്ചു. അങ്ങനെ രാത്രിയായി. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് പുറത്ത് സോഫയിൽ കിടക്കുമായിരുന്നു. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. പിന്നെ അകത്ത് കയറി കുറച്ച് തീയൊക്കെ വീണ്ടും കൂട്ടി അങ്ങനെ ഉറങ്ങി. നല്ല സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങി. എന്തോ ഒരു ഒച്ച കേട്ടാൽ നോക്കി, ഇപ്പം കുഴപ്പമൊന്നുമില്ല. എന്നെ കണ്ട് ആരാണ്ട പേടിച്ച് ഓടിയിട്ടുണ്ടെന്നായാലും.